കേരളത്തിലെ ദേശീയപാതയിലെ വിള്ളൽ സംബന്ധിച്ച നിർദ്ദേശങ്ങളുമായി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി കേന്ദ്ര ട്രാൻസ്പോർട്ട് സെക്രട്ടറി നേരിട്ട് വിശദീകരണം നൽകണമെന്നും ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്കൊപ്പം ദേശീയപാത അതോറിറ്റി ചെയർമാനും വിശദീകരിക്കണമെന്നും നിർദ്ദേശം. വ്യാഴാഴ്ച സംഘം കൂരിയാട്ടിൽ എത്തിയേക്കും. വിവരങ്ങളുമായി ഇപ്പോൾ അബ്ദുൾ റഷീദ് ചേരുകയാണ്. അബ്ദുൾ റഷീദ്, പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണല്ലോ ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ദേശീയപാത അതോറിറ്റിയോട് അടക്കം നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ? സജി, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പാർലമെന്റിന്റെ പ്രത്യേക സമിതിയായിട്ടുള്ള പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി യോഗം ചേർന്നിട്ടുള്ളത്. പ്രധാനമായും ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ കൂരിയാടിലും അതോടൊപ്പം മറ്റു മേഖലകളിലും ഉണ്ടായിട്ടുള്ള വിള്ളലുമായി സംബന്ധിച്ച ഒരു വിശദീകരണം നൽകാൻ നേരത്തെ തന്നെ ദേശീയ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഒരു നിർദ്ദേശവുമായി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണം. അതായത് ദേശീയ പാതയുമായി ബന്ധപ്പെട്ട ഈ വിള്ളലും അതോടൊപ്പം ഉണ്ടായിട്ടുള്ള അപകടവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, അതായത് നേരത്തെ തന്നെ ഈ ദേശീയ പാത അതോറിറ്റിക്കും അതോടൊപ്പം KNR കൺസ്ട്രക്ഷൻ കമ്പനിക്കും വീഴ്ച പറ്റിയിട്ടുണ്ടെന്നുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് ഈ സംഘത്തിന് മുന്നിൽ എത്തുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകാനുള്ള ഒരു നിർദ്ദേശം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതോടൊപ്പം ട്രാൻസ്പോർട്ട് സെക്രട്ടറിക്കൊപ്പം ദേശീയ പാത അതോറിറ്റിയുടെ ചെയർമാനും ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇരുവരും ഈ മേഖലയിലെത്തി പ്രധാനമായും മലപ്പുറം ജില്ലയിലെ കൂരിയാടിൽ നേരിട്ട് എത്തിക്കൊണ്ട് സന്ദർശനം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്ന ഒരു തീരുമാനമാണ് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നോട്ടീസ് ഇരുവർക്കും പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം PAC അധ്യക്ഷനായിട്ടുള്ള KC വേണുഗോപാലും വ്യാഴാഴ്ചയോടുകൂടി ഈ മേഖലകൾ സന്ദർശിക്കുമെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും നേരത്തെ തന്നെ ഈ വീഴ്ചകളുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ മുമ്പാകെ എത്തുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു വിദഗ്ധ സമിതിയെ മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ രൂപീകരിക്കുകയും സംഘത്തോട് കൃത്യമായിട്ടുള്ള പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും KR റാവു, അതായത് IIT പ്രൊഫസറായിട്ടുള്ള KR റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഈ മേഖലകൾ സന്ദർശിക്കുകയും പിന്നീട് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുക. എന്തായാലും വ്യാഴാഴ്ചയോടുകൂടി ഈ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉന്നതതല യോഗം ചേരുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അബ്ദുൾ റഷീദ്, നമുക്കറിയാം കേരളത്തിലുണ്ടായ കൂരിയാട് അടക്കമുണ്ടായ ദേശീയപാതയിലെ വിള്ളൽ, അതിൽ വീഴ്ച വരുത്തിയ കമ്പനിയെ അടക്കം കരിമ്പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഹൈക്കോടതിയിലടക്കം ദേശീയപാത അതോറിറ്റി വീഴ്ച പറ്റിയെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രാജ്യത്ത് മറ്റിടങ്ങളിൽ നടക്കുന്ന ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതിയ മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഇതടക്കമുള്ള കാര്യങ്ങളിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടാകണം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും തന്നെ ഇതുവരെയും ഒരു വ്യക്തത വരുത്താനായിട്ടില്ല. കാരണം നിലവിൽ ഇപ്പോൾ സംസ്ഥാനത്തിനകത്ത് സംഭവിച്ചിട്ടുള്ള ഈ വീഴ്ചയിൽ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നൽകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ വീഴ്ച സംഭവിക്കാൻ എന്താണ് കാരണം, അതായത് ഈ പരിസ്ഥിതി ആഘാത പഠനമടക്കം നടത്താതെയാണ് ഇത്തരത്തിൽ കൺസ്ട്രക്ഷൻ കമ്പനി, അതായത് KNR കൺസ്ട്രക്ഷൻ കമ്പനി ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയും പിന്നീട് വലിയ അപകടമുണ്ടാവുകയും ചെയ്തിട്ടുള്ളതെന്ന് പ്രാഥമിക നിഗമനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ നിതിൻ ഗഡ്കരിയുടെ മുമ്പിലാകെ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ യോഗം ചേർന്നിട്ടുള്ളത്. അതേസമയം കേരളത്തിലെ കൂരിയാട് മാത്രമല്ല, ശരി അബ്ദുൾ റഷീദ്, ഏതായാലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ദേശീയപാത അതോറിറ്റിയോടും ഗതാഗത സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അംഗങ്ങൾ കൂരിയാട് സന്ദർശിക്കുകയും ചെയ്തു. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.